മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. കേട്ടിട്ടില്ലേ? ഒരു പഴഞ്ചൊല്ലാണ്. അത് നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും അറിവുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ഇതിൽ വലിയ കഥയുണ്ട്, അത് കാര്യമുണ്ട്. നിരന്തരമായി മറ്റൊരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ അയാളുടെ സ്വഭാവം നമ്മളിലേക്ക് വ്യാപിച്ചു വരും, ബോധപൂർവമല്ലാതെ തന്നെ. അതയാളുടെ ചെയ്തികൾ കണ്ടും കേട്ടും നമ്മളറിയാതൊരു ചായ് വരും. അപ്പോൾ ആ പ്രകൃതം നമ്മളിലേക്ക് വരും. മത്സ്യമാംസാദികൾ കഴിക്കാത്ത ഒരാളാണ് നമ്മളെങ്കിൽ സ്ഥിരം കഴിക്കുന്ന ഒരാളുമായിട്ടുള്ള ഇടപഴകൽ മാത്രം കൊണ്ട് ആ സ്വഭാവം കുറേശ്ശെ ഇങ്ങോട്ട് മാറുന്നത് കാണാം, കുറേ കാലം കഴിയുമ്പോൾ. എന്നതുപോലെ ഒരു മാറ്റം എല്ലാ രംഗത്തും നടക്കുന്നുണ്ട്, എല്ലാ ഇടപെടലുകളിലും നടക്കുന്നുണ്ട് ഈ കൈമാറ്റം. ഇത് മനസ്സിൻ്റെ തലത്തിലുള്ളൊരു മാറ്റമാണ്. മനസ്സിൻ്റെ തലത്തിലാണ് അറിവുകൾ ഭൂരിഭാഗവും. അതിനപ്പുറം മറ്റൊരു തലമുണ്ട്, കുറച്ചുകൂടി സൂക്ഷ്മമാണത്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കുറേ നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ അതിനപ്പുറമുള്ള വൈകാരിക മേഖലയെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ ഒട്ടും സാധിക്കില്ല. അത് വരുന്നു പോകുന്നു. അതിൻ്റെ തീക്ഷ്ണത എത്ര ആവണം, എപ്പോൾ പോകണം, എപ്പോൾ വരണം, ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. അത് വന്നുകൊണ്ടിരിക്കും. അത് ആ വൈകാരിക മേഖല നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ അത് വളരെ നല്ല ടോണിക്കാണ്, വളരെ നല്ല ഗുണം ചെയ്യും ആളുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരിൽ. അമൃതാനന്ദമയി അമ്മയെ കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ മാസവും വന്നു പോകുന്നത്. അവിടെ വ്യക്തികൾക്കൊന്നും ധനസഹായം ചെയ്യുന്നില്ല അമ്മ. ആവശ്യമുള്ളിടത്ത് അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അത് പൊതുക്കാര്യമാണ് മിക്കപ്പോഴും. ഒരു പ്രളയം ഉണ്ടായാൽ കൊടുക്കും, വീടുകളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ കൊടുക്കും, എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ കൊടുക്കും. സേവനം ആവശ്യമുള്ളിടത്തെല്ലാം അമ്മ വേണ്ട സഹായം അപ്പം പറ്റിയെന്ന ഇവിടെ തന്നെയല്ല, ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു നന്മ, ആ ഒരു നന്മ ഉദ്ദേശിച്ചല്ല ഓരോ വ്യക്തിയും ചെല്ലുന്നത്. അമ്മയുടെ ആ വ്യക്തിപ്രഭാവമാണ്, ആ വൈകാരിക മേഖലയുടെ തഴുകലാണ് അനുഭവിക്കുന്നത്. അപ്പം ആ വൈകാരിക മേഖലയിൽ പുറപ്പെടുന്ന സന്തോഷത്തിൻ്റെ നന്മയുടെ ഊർജം എല്ലാ മനുഷ്യരിലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോലെ വന്ന് പതിക്കും. അമ്മയുടെ സമീപം ഒരു 100 മീറ്റർ ചുറ്റുപാട് എവിടെയെങ്കിലും ചെന്നാൽ മതി, തൊട്ടില്ലെങ്കിൽ പോലും ആ തേജസ് നമ്മളിൽ അനുഭവപ്പെടും. നമ്മളൊരു ചേഞ്ച് വരുത്തും, നന്മയിലേക്ക് നമ്മൾ ഒരു പടിയോടൊന്ന് മാറും, വളരും. അത് അനുഭവിച്ച ഒരാളിന് വരാതിരിക്കാൻ സാധ്യമല്ല. എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും എവിടെ നിന്നായാലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ അമ്മയെ കാണാൻ ഇവിടെ വരുന്നുണ്ട്. അമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇത് തന്നെയാണ് സ്ഥിതി. സർക്കാരുകൾ അത് ഓഡിയൻസിനെ നിയന്ത്രിക്കാൻ ബന്ധപ്പെടാറുണ്ട്, അത്ര ജനക്കൂട്ടമാണ്. അതെന്താ കാര്യം? നന്മ ചൊരിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ആ മനസ്സിൻ്റെ സഹായത്തോടെ അവിടെ നിന്നും പുറപ്പെടുന്ന വൈകാരിക തരംഗങ്ങളാണ്, അതാണ് ഈ മനുഷ്യനെ സ്വാധീനിക്കുന്നത്. വ്യക്തിക്ക് പ്രത്യേകമായിട്ട് ഒന്നും കൊടുക്കുകയില്ല, ഒന്നുമില്ല അമ്മയുടെ കയ്യിൽ. അതൊക്കെ അമ്മയുടെ ട്രസ്റ്റിൽ ഉണ്ട്. പക്ഷേ അത് വ്യക്തികൾക്കല്ല സഹായിക്കുന്നത്. ചോദിക്കാൻ ചെന്ന് അവിടെ ചെല്ലുമ്പം ചോദിക്കാൻ പോലും തോന്നുകയില്ല. അതുപോലെ അമ്മയുടെ ആ പ്രഭാവലയത്തിൽ നമ്മൾ അങ്ങ് ആസ്വദിച്ചങ്ങ് എല്ലാം മറന്ന് നിന്നു പോകും. അതുപോലെ മഹാക്ഷേത്രങ്ങളിലുണ്ട് ഇതേ പ്രവർത്തനം. ഗുരുവായൂർ പോയാൽ അങ്ങ് ശ്രീകോവിലിന് മുമ്പിൽ ചെന്ന് തൊഴുന്ന ഒരാഗ്രഹം കൊണ്ട് ഒരാൾ ചെയ്യുന്നതാണ്. ആ ചുറ്റുമതിലിൻ്റെ പുറത്തൊരു 50 മീറ്ററെങ്കിലും ചുറ്റുപാടിൽ അവിടെ നിന്നുള്ള പ്രഭാവം പരന്നു നിൽക്കുന്നുണ്ട്. അതവിടെ പ്രതിഷ്ഠിച്ച മഹാന്മാരായ ഈശ്വരതുല്യരായ ആൾക്കാരുടെ അന്നത്തെ ആ പ്രഭാവം അവിടെ നിലനിൽക്കുന്നതാണ്. അത് നമ്മൾ പൂജകളും കൊണ്ടും മറ്റും, പൂജകളും ഹോമങ്ങളും മന്ത്രങ്ങളും കൊണ്ട് നമ്മളത് താണു പോവാതെ സൂക്ഷിക്കുന്നുമുണ്ട് പൂജാരികൾ.
അങ്ങനെ ആ ഒരു പ്രഭാവം വളരെ വലുതാണ്. അത് ആസ്വദിക്കാൻ പോവുക തന്നെ ചെയ്യണം. അമ്മ അധികം സംസാരിക്കില്ല, വളരെ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം സംസാരിക്കുന്നുള്ളൂ. പിന്നെ ചിലർ വല്ല മന്ത്രം ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതൊന്നുമല്ല, അമ്മയുടെ ആ വൈകാരിക പ്രഭ അവിടെ ഈ ചെല്ലുന്ന ആളിലേക്ക് പകരുന്നത് കൊണ്ടാണ് അവർക്ക് വലിയ സന്തോഷവും നേട്ടവും ജീവിതത്തിലുണ്ടാകുന്നത്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. അമ്മ ഒന്നും ചെയ്യണ്ട. നമ്മളിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിരന്തരമായി പോകുന്ന ഒരാളിൽ നിന്ന് പ്രശ്നങ്ങൾ എന്തെങ്കിലും വിഷമം ഉണ്ടാവാനുണ്ടെങ്കിൽ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ, വൈകാരിക തലങ്ങളിൽ പ്രോബ്ലംസ് ഓരോന്നോരോന്ന് കുറേശ്ശെ കുറഞ്ഞു വരുന്നത് നമുക്ക് അനുഭവപ്പെടും. ഇത് അനുഭവിച്ച ആളിനോട് ചോദിച്ചാലറിയാം. ഇത് മഹാക്ഷേത്രങ്ങൾ നിലനിർത്തുന്നതും സത്യസായി ബാബ, അമൃതാനന്ദമയി അമ്മ, ഇവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ ചെല്ലുന്ന ആൾക്കാരൊന്നും ആരൊന്നും പറഞ്ഞിട്ടല്ല, അവർ ചെയ്യാവുന്ന അവിടുത്തെ ആ നന്മ, അവിടെ എന്തെങ്കിലും സേവനം ചെയ്യാൻ ഇവിടെ വലിയ തിരക്കാണ്. സേവനം ചെയ്യാൻ ഞാൻ ചെയ്യാം എന്നുള്ള മട്ടാണ്. അമൃതാനന്ദമയുടെ അവിടെ തന്നെയല്ല സത്യസായി ബാബയുടെ അടുക്കലും. അദ്ദേഹം സത്യസായി ബാബ നമ്മെ വിട്ട് വിരിഞ്ഞിട്ടും ആ പ്രഭാവം ഇപ്പോഴും അവിടെ ഉണ്ട്, അതുപോലെ ഉണ്ട്. ആൾക്കാർ ഇപ്പോഴും അവിടെ നല്ലപോലെ കയറുന്നുണ്ട്. ജനസേവനം ഭൗതിക തലത്തിലും ചെയ്യുന്നുണ്ട്. എല്ലാ തലത്തിലും ഇത്തരം മഹാത്മാക്കളെ നമ്മൾ ഒരിക്കലും വിദ്വേഷിക്കരുത്. അത് പാപമാണ്, അത് പ്രശ്നമാണ്, നമ്മൾക്ക് തന്നെ നമ്മളെ കൈവിടുന്നതിന് കാരണമാകും. ഒരിക്കലും ചെയ്യരുത്, അത് പാപം തന്നെയാണ്. കാരണം ആ അമ്മയെക്കൊണ്ട് അനുഭവിച്ച ഗുണങ്ങൾ ഈ ലോകത്തിലുണ്ട്. ധാരാളം കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ എല്ലാ നന്മ, അങ്ങോട്ടുള്ള അമ്മയോടുള്ള ആരാധന അമ്മയുടെ മേലുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര മഹത്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ആ നന്മയുടെ മുമ്പിൽ നമ്മൾ നമിക്കണം. അതാണ് വേണ്ടത്. ഓക്കെ.